ഹനീഫറിന്റെ ഒരു വൾണറബിലിറ്റി ഉണ്ടല്ലോ, നിസ്സഹായത, അത് ആണ് പടത്തില് തുടക്കം തൊട്ടേ എസ്റ്റാബ്ലിഷ് ചെയ്ത് പോകുന്നത്. നമുക്കൊരു ഒരു പാവം തോന്നണല്ലോ, ഒരു എമ്പതി തോന്നണം ആ ക്യാരക്ടറിന്റെ അടുത്ത്. സോ എന്തായിരുന്നു വിക്ടറിന് വേണ്ടിയിട്ട് ഹനീഫ് അതിന് തന്നിട്ടുണ്ടായിരുന്ന ബ്രീഫ്? ഇത് ആക്ച്വലി ഈ പാവം തോന്നുന്നതൊക്കെ അത് ഹനി സാറിന്റെ ഒരു മാജിക് ആണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്ക്രിപ്റ്റിൽ കാണുമ്പോൾ സ്ക്രിപ്റ്റിലും എഡിറ്റിലും ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ ഞാൻ എഡിറ്റിൽ കാണുമ്പോഴാണ് അയ്യോ ഇങ്ങനെയാണല്ലേ, ശരിക്കും എനിക്ക് ഇമോഷണലി കണക്ട് ആയത് ഈ എഡിറ്റിൽ കാണുന്ന ഒരു വേർഷനിലാണ്. അപ്പോൾ ഹനി സാർ തന്നൊരു ബ്രീഫ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബോണ്ടിങ്ങിലാണ് ഈ ഇമോഷൻ നിൽക്കുന്നത്. എൻ്റെയും ഉണ്ണിച്ചേട്ടൻ്റെ തമ്മിൽ ഒരു ബോണ്ടിങ്, പിന്നെ എൻ്റെയും ദുർവ എൻ്റെ പേരായിട്ട് അഭിനയിച്ച അവരുടെ ബോണ്ടിങ് ആണ് നമ്മൾ ഈ പടത്തിനൊരു ഇമോഷണൽ കോർ. എല്ലാം സ്ക്രിപ്റ്റിൽ തന്നെ ഉണ്ട്, ഞാൻ അധികം കാണിക്കണമെന്നില്ല. അത് ഞാൻ ഹനി സാറിൻ്റെ ബ്രീഫ് വെച്ചിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്തത്. അപ്പോൾ ആ ബോണ്ടിങ്ങിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പൂജേൻ്റെ എന്നാണ് ഞാൻ എല്ലാവരും മീറ്റ് ചെയ്യണത്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഉണ്ണിച്ചേട്ടൻ്റെ കൂടെയുള്ളൊരു സീൻസ്. അപ്പോൾ ഒരു മാസം ഉണ്ടായി ഞാൻ ഉണ്ണിച്ചേട്ടൻ്റെ കൂടെ സീൻസ് ഷൂട്ട് ചെയ്യുന്ന മുമ്പ്. അപ്പോൾ ആ ഒരു ടൈമിൽ കുറച്ചും കൂടി ബോണ്ട് ചെയ്യാൻ കിട്ടി എനിക്ക് ഉണ്ണിച്ചേട്ടൻ്റെ കൂടെ. പിന്നെ സംസാരിക്കാൻ പറ്റി, ഷൂട്ടിലല്ല ലൊക്കേഷനിൽ തന്നെ. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് ഷൂട്ടിങ് ചെയ്യാതല്ലാതെ കുറച്ച് ടൈം ഉണ്ടായല്ലോ, അപ്പോൾ അവിടെയാണ് ഒരു ബോണ്ടിങ് ടൈം കിട്ടിയത് എനിക്ക്. അപ്പോൾ ചിലപ്പോൾ ആ ഒരു ബോണ്ടിങ് സ്ക്രീനിൽ കാണുന്നുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പം മാർക്കോന്റെ ക്യാരക്ടർ ഡിസൈൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മുടെ വലിയേട്ടനിലൊക്കെ മമ്മൂക്ക മറ്റേ KGF കോസ്റ്റ്യൂം ഇട്ട് വന്നാൽ അത് ആ ക്യാരക്ടർ ഡിസൈൻ പറഞ്ഞത് വേറൊരു സമയത്തല്ല. കാരണം അധികം സ്നേഹം പ്രകടമാക്കാനും പറ്റില്ല മാർക്കോന് ബ്രദറിന്റെ അടുത്ത്. ഫിസിക്കലായിട്ട് കുറെ കെട്ടിപ്പിടിക്കുക അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒന്നും സീൻ വൈസ് ഒന്നും അതിനകത്തില്ലല്ലോ. അതല്ലാതെ നിങ്ങൾ ജസ്റ്റ് പ്രസൻസിൽ ഒരുമിച്ച് നിൽക്കുമ്പോൾ ഇവര് തമ്മിൽ ഒരു ബോണ്ടിങ് ഉണ്ട്, അല്ലെങ്കിൽ ഇവര് തമ്മിലാണ് ഏറ്റവും അധികം ബോണ്ടിങ് ഉള്ള ആ ഫാമിലിയുടെ നമുക്ക് മനസ്സിലാവും. സോ അതിന് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ഈ ആ ഒരു മാസത്തെ ഉണ്ണിമുകുന്ദൻ. ഉണ്ണിച്ചേട്ടൻ്റെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടി. പിന്നെ നമ്മൾ ക്യാരക്ടർ വിടാതെ എന്തെങ്കിലും കാണിക്കണല്ലോ. ഒരു മാർക്കോട് ക്യാരക്ടർ അങ്ങനെയാണല്ലോ, പുള്ളിയുടെ ഒരു സ്വാഗ് ഉണ്ട്. പിന്നെ വിക്ടറിന്റെയും ഒരു പേഴ്സണാലിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഉണ്ടാവും അവിടെ. അപ്പൊ ഇവര് ബോണ്ട് ചെയ്യണത് ചിലപ്പോൾ സ്മോക്കിംഗ് വഴിയായിരിക്കും, ചിലപ്പോൾ വണ്ടി ഓടിക്കേണ്ടതായിരിക്കും. അത് മാർക്കോ അല്ലാതെ വേറെ ക്യാരക്ടർ അങ്ങനത്തെ ഒരു പരിപാടി ഒന്നും സമ്മതിക്കില്ല. വണ്ടി ഓടിക്കണതൊക്കെ അത് മാർക്കോടെ ഒരു കിക്കാണത്. വിക്ടറിനും എനിക്ക് കിട്ടുന്ന അതേ അഡ്രിനലിൻ റഷ് ഇവനക്കും കിട്ടണമെന്ന്. അപ്പോൾ ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സ്, ഈ ക്യാരക്ടർ ഒരു സർക്കിളിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതാണ് ഹനി സർ ചെയ്യിപ്പിച്ചത്. ഇപ്പൊ ഉണ്ണിമുകുന്ദൻ എന്നുള്ള മനുഷ്യൻ ഇപ്പൊ കൂടുതൽ ടാലൻസിനെ എപ്പോഴും എന്താ പറയുക കൊണ്ടുവരാനും അല്ലെങ്കിൽ പടത്തിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാനും കാണിക്കുന്ന ഒരു ഉത്സാഹമുണ്ട്. അതിന് അദ്ദേഹം പലപ്പോഴും കാരണമായിട്ട് പറയുന്നത്, അദ്ദേഹം ഇപ്പൊ ഔട്ട്സൈഡറായിട്ട് ഫൈറ്റ് ചെയ്ത് കുറെ കാലം പെരിഫറിയിൽ നിന്ന് പിന്നെ ഇപ്പൊ ഒരു സെന്റർ ഓഫ് അട്രാക്ഷനിലേക്ക് വരാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ഒരു ട്രാവൽ ഉണ്ട്. അദ്ദേഹം തന്നെ പറയുന്നത്, എനിക്ക് എന്റെ 37-ാം വയസ്സിലാണ് ഞാനൊരു സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ ആക്ഷൻ സ്റ്റാർ എന്നുള്ള രീതിയിലേക്ക് എത്തുന്നത്. അതിനൊരു സ്ട്രഗിൾ ഉണ്ട് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഈ പുറത്തുനിന്നുള്ള ഈ ന്യൂ കമ്പറിനോട് അദ്ദേഹം കാണിക്കുന്ന ഒരു സ്നേഹം ഉണ്ടല്ലോ, ഒരു വാർത്ത ഉണ്ടല്ലോ, അത് എങ്ങനെയാ എക്സ്പീരിയൻസ് ചെയ്തത്? ബ്രോ പറഞ്ഞത് കറക്റ്റ് ആണ്. കാരണം ചിലപ്പോ ഉണ്ണിച്ചേട്ടൻ സ്ട്രഗിൾ ചെയ്ത് കൊണ്ടായിരിക്കും നമ്മളോട് ഇത്രയും സ്നേഹം കാണിക്കണത്. പുള്ളി അനുഭവിച്ചൊരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. അപ്പോൾ നമ്മളോട് എങ്ങനെ ഡീൽ ചെയ്യണം, എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് ഉണ്ണിച്ചേട്ടന് നന്നായിട്ട് അറിയാം. അപ്പോൾ ആദ്യം തൊട്ട് തന്നെ ഞാൻ ഈ പ്രൊമോഷൻ ടൈമിൽ പറഞ്ഞിട്ടുണ്ടായി, ഞാൻ ഉണ്ണിച്ചേട്ടൻ ആദ്യമായിട്ട് ഞാൻ കണ്ടപ്പോൾ ഞാൻ ഭയങ്കര പേടിയിലായിരുന്നു. എങ്ങനെ ഞാൻ മീറ്റ് ചെയ്യും, എങ്ങനെ സംസാരിക്കും എന്നുള്ളൊരു പേടിയുണ്ടായി. കാരണം ഞാൻ ന്യൂ കമർ ആയതുകൊണ്ട് ചിലപ്പോൾ അറിയണ്ടാവില്ല ഈ പുള്ളിയാണെന്ന് അഭിനയിക്കാൻ പോകണമെന്ന്. അപ്പോൾ പക്ഷെ ഞാൻ അവിടെ എത്തിയപ്പോഴത്തേക്കും, മൂന്നാറിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്, അവിടെ എത്തിയപ്പോഴത്തേക്കും ഉണ്ണിച്ചേട്ടൻ എൻ്റെ അടുത്തേക്ക് വന്നിട്ടാണ് പരിചയപ്പെട്ടത്. ഓൾറെഡി ഒരു ക്ലിക്ക് ഉണ്ട് അവിടെ. എനിക്ക് ഈ ടെൻഷൻ എടുക്കണ്ടെന്ന്, അറ്റ്ലീസ്റ്റ് ഈ ഒരു ടെൻഷൻ ഇല്ല, ഇനി അഭിനയിച്ചാൽ മതി എന്ന്. അപ്പോൾ ആദ്യം തൊട്ട് തന്നെ ഇങ്ങനത്തെ ഒരു വാംത്ത് കാണിച്ചപ്പോൾ അപ്പോഴത്തേക്ക് ഒരു ബോണ്ട് തുടങ്ങിയിട്ടുണ്ടായി. പിന്നെ ഓർമ്മയുണ്ട്, അത് പൂജന്റെ അന്ന് തന്നെ. അപ്പോൾ അന്ന് തന്നെ നമ്മൾ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. എന്റെ ഷൂട്ടല്ല, ഞാൻ പൂജയ്ക്ക് വേണ്ടിയിട്ടാണ് വന്ന് ഉണ്ണിച്ചേട്ടൻ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എനിക്കൊരു ഡിസ്റ്റൻസിൽ നിന്ന് തന്നെ കാണാൻ പറ്റി എങ്ങനെയാണ് അദ്ദേഹം അഭിനയിക്കണത്. അപ്പോൾ ഒരു തേർഡ് പെർസ്പെക്റ്റീവ് ഉണ്ടായി എനിക്കന്ന് ഷൂട്ടൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഒരു ഓഡിയൻസ്, ഒരു ഫാനായിട്ടാണ് ഞാൻ നിൽക്കുന്നത് അവിടെ. അപ്പോൾ ഉണ്ണിച്ചേട്ടൻ്റെ ഒരു മാർക്കോ സ്വാഗ് എല്ലാം കണ്ടപ്പോഴാണ് ഓൾറെഡി ക്യാരക്ടറിലാണ്, ഓൾറെഡി ആ ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. ആ ഒരു ആവശ്യത്തിലാണ് ഞാനും ഷൂട്ടിങ് തുടങ്ങിയത്. അപ്പോൾ എനിക്ക് തോന്നി ഇതൊരു സ്പെഷ്യൽ സാധനമായിരിക്കും എന്ന്. കാരണം ആ ക്യാരക്ടർ കറക്റ്റായിട്ട് അന്ന് തന്നെ സ്റ്റാർട്ടിങ് തൊട്ട് തന്നെ ഫസ്റ്റ് ഡേ തന്നെ ഉണ്ണിച്ചേട്ടനിക്ക് ആ ക്യാരക്ടർ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഈ ഒരു മാസ കാലയളവ് ഒരുമിച്ച് സ്പെൻഡ് ചെയ്തു എന്ന് പറയുന്ന ഒരു കാര്യമല്ല. ഇതിപ്പോ വലിയ ഫിലിം മേക്കേഴ്സ് ഒക്കെ അവരുടെ ഫിലിംസിൽ ഉപയോഗിക്കാൻ നോക്കുന്ന ഒരു ടെക്നിക്കാണ്. കാരണം ആളുകൾ തമ്മിൽ ഒരു ബോണ്ടിങ് ഉണ്ടാവണം. അത് ഇപ്പൊ എല്ലാ കാര്യങ്ങളും നമുക്ക് സിനിമയിൽ കാണിക്കാൻ പറ്റില്ല. നിങ്ങളുടെ മൊത്തം ബാക്ക് സ്റ്റോറിയും അങ്ങനെ കാണിക്കാൻ പറ്റില്ല. അധികം ഡയലോഗ്സിലാണ് അത് കമ്മ്യൂണിക്കേറ്റ് ആകുന്നത്. സോ ആ ഒരു മാസക്കാലത്തേക്ക് അപ്പൊ അദ്ദേഹം ഈ നിങ്ങളുടെ കോമൺ ഇൻട്രസ്റ്റ് ഉള്ള സിനിമകളെ പറ്റി
ജീവിതത്തെ പറ്റി, ഐ മീൻ ഈ സെലിബ്രിറ്റി ആവുന്നതിന് മുമ്പ് വരെയും ഉണ്ടാവുന്ന ഒരു സ്ട്രഗിൾ ഉണ്ടല്ലോ, അതിനെപ്പറ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടോ? ശരിക്കും നമ്മൾ സംസാരിച്ചത് കുറച്ചുകൂടി ടെക്നിക്കൽ കാര്യമായിരുന്നു. ഫിലിം മേക്കിങ്ങിനെ കുറിച്ചാണ്. ഞാൻ എനിക്ക് ആസ് എ ന്യൂ കമർ എനിക്ക് ചില ഡൗട്ട്സ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഞാൻ ഫസ്റ്റ് ടേക്കിൽ ചെയ്ത അതേ സാധനമാണോ ഞാൻ സെക്കൻഡ് ടേക്കിൽ ചെയ്യേണ്ടത്, അതിന് കണ്ടിന്യൂറ്റി പ്രശ്നം ഉണ്ടാവും. എനിക്ക് അതിൻ്റെ ഒരു ചില ഡൗട്ട്സ് ഒക്കെ ഉണ്ടായി. ഉണ്ണിച്ചേട്ടനാണ് ഇതൊക്കെ ക്ലിയർ ചെയ്ത് തന്നെ. അങ്ങനൊന്നുമില്ല, മീൻസ് നമ്മുടെ ഒരു ഫ്രീഡം ഉണ്ട്, അത് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാം. പിന്നെ കണ്ടിന്യൂറ്റി അവരൊക്കെ നോക്കാൻ ADs മറ്റേതൊക്കെ ഉണ്ടെന്ന് ഉണ്ണിച്ചേട്ടനാണ് പറഞ്ഞത്. അപ്പോൾ ഫിലിം മേക്കിങ്ങിനെ കുറിച്ചാണ് നമ്മൾ കുറച്ചും കൂടി സംസാരിച്ചത്. പിന്നെ ഉണ്ണിച്ചേട്ടൻ്റെ ഒരു എക്സ്പീരിയൻസ്, ഇതുവരെ ഉണ്ടായ സിനിമയിലൊരു എക്സ്പീരിയൻസും പിന്നെ ലൈഫിന്റെ എക്സ്പീരിയൻസും അങ്ങനെയൊക്കെയാണ് നമ്മൾ സംസാരിച്ചത്. എല്ലാ ആളുകളും ഇന്ന് അഭിനയിക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു ക്യാമറയുടെ മുമ്പിൽ, ഐ മീൻ മൊബൈൽ ക്യാമറയുടെ മുമ്പിൽ റീൽസ് എടുക്കുന്ന ആളുണ്ട്. നമ്മളെപ്പോഴും 24/7 ഒരു CCTVയുടെ കവറേജിലാണ് ഉള്ളത്. പക്ഷെ മൂവി ക്യാമറയുടെ അകത്ത് വരുമ്പോൾ അവിടെ നമ്മൾ കാണിക്കേണ്ട ഒരു സെറ്റ് ഓഫ് വേറെ തന്നെ ഒരു സ്കിൽ സെറ്റ് ഉണ്ടല്ലോ. ഇപ്പൊ നമ്മൾ കൈ എവിടെ പ്ലേസ് ചെയ്യണം, കാലെവിടെ പ്ലേസ് ചെയ്യണം, നമ്മൾ ഡയലോഗ്സ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെവിടെ പൊസിഷൻ ചെയ്യേണ്ടത്, ലൈറ്റ് എങ്ങനെ ക്യാച്ച് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഡിസ്കഷൻ നടന്നിട്ടുണ്ടോ? ഇങ്ങനത്തെ കാര്യങ്ങൾ ആക്ച്വലി ഞാൻ പഠിച്ചത്, ഞാൻ ഇതിനു മുമ്പ് അഭിനയിക്കുന്ന മുമ്പ് ഞാൻ കുറച്ച് നാൾ AD ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായി. റോഷൻ ആൻഡ്രൂസിനോട് സാറ്റർഡേ നൈറ്റ് എന്ന് പറഞ്ഞൊരു പടത്തിൽ ഞാൻ AD ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെ. അപ്പോൾ ഇതിന്റെ ടെക്നിക്കൽ കാര്യങ്ങൾ അവിടെയാണ് ഞാൻ പഠിച്ചത്. പക്ഷെ ആസ് എൻ ആക്ടർ എങ്ങനെ ചെയ്യണമെന്ന് ഉണ്ണിച്ചേട്ടൻ വഴിയാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ ലൈറ്റ് എങ്ങനെ കാച്ച് ചെയ്യണം, കണ്ടിന്യൂറ്റി, ഇതൊക്കെ ഉണ്ണിച്ചേട്ടൻ വഴിയാണ് മനസ്സിലായത്. പക്ഷെ ക്യാമറ പേടി ഉണ്ടല്ലോ, അത് ന്യൂ കമർ എന്തായാലും ഉണ്ടാവും. അതെനിക്ക് ഉണ്ടായില്ല, കാരണം ഓൾറെഡി AD ആയിട്ട് വർക്ക് ചെയ്തപ്പോൾ ഇതെല്ലാം കുറച്ച് അറ്റ്മോസ്ഫിയർ ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ടായി. അപ്പോൾ അതിൻ്റെ ഒരു പേടി എനിക്ക് ഉണ്ടായില്ല. പിന്നെ ഒന്നാമത് ഹനീസർ എന്ന് പറയുമ്പോൾ നമ്മൾ ധോണി ക്യാപ്റ്റൻ കൂൾ എന്ന് വിളിക്കുന്നത് പോലെയാണ് ഹനീസറും. ഇത്രയും മാർക്കോ എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് കുറച്ച് ഒരു വലിയ സ്കെയിലാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. എനിക്ക് ഒരിക്കലും അങ്ങനെ തോന്നിയിട്ടില്ല, കാരണം ഹനീസർ അത്രയും കൂളായിരുന്നു. എനിക്ക് എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും ഞാൻ ഹനീസറായിട്ടാണ് ഞാൻ ഫസ്റ്റ് പോയത്. ഹനീസറിൻ്റെ ഒരു കാമും കൂളൊക്കെ ഞാൻ കണ്ടപ്പോൾ ഞാനും അങ്ങനെ തന്നെ കൂളായി മാറി. അദ്ദേഹം ഇതുവരെ അഭിമുഖങ്ങളൊന്നും കൊടുത്തതായിട്ട് എന്റെ അറിവിലില്ല, ഞാൻ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പൊ എന്റെ അറിവില് രാമചന്ദ്ര ബോസൻകോന് ഒരു പ്രൊമോഷൻ ആക്ടിവിറ്റി വന്നപ്പോൾ പോലെ 2 സെന്റൻസ് അങ്ങാണ് സംസാരിച്ചത്. അപ്പൊ ഇപ്പൊ ഇത്രയും ലെസ് സ്പോക്കൺ ആയിട്ടുള്ള ഒരാള്, അല്ലെങ്കിൽ ആളുകളായിട്ട് അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്ത കുറച്ച് കൂളായിട്ടുള്ള ഒരു മനുഷ്യൻ, അവിടെ നിന്നാണ് ഇത്രയും അധികം വയലൻസും ഇത്രയധികം ബ്രൂട്ടാലിറ്റി വരുന്നതെന്ന് പറയുന്നതിൽ തന്നെ ഒരു ശരിക്കും പറഞ്ഞാൽ നേരിട്ട് സംസാരിക്കുമ്പോൾ ഹനീസർ അത്രയും സോഫ്റ്റ് സ്പോക്കണോ ലെസ് സ്പോക്കണോ അങ്ങനെയൊന്നും അല്ല, നന്നായിട്ട് സംസാരിക്കും. ഹനീസറിന്റെ ഫുൾ ഐഡിയാസ് ആണ്. ഈ എന്റെ ക്യാരക്ടർ ഇതിലൊരു പെർഫ്യൂമറാണ്, പെർഫ്യൂം ഉണ്ടാക്കുക. ഹനീസർ വഴിയാണ്. ഹനീസറിന്റെ ഒരു പെർഫ്യൂം കളക്ഷൻ കണ്ട നെട്ടിപ്പോകും. ഹനീസറിന്റെ കളക്ഷൻ മാത്രമല്ല, ഒരു പെർഫ്യൂം നോളജ്, എന്തൊക്കെയാ എവിടെ നിന്നൊക്കെ പെർഫ്യൂംസ് കിട്ടുന്നുണ്ട് എനിക്ക് അറിയില്ല. അപ്പോൾ ഹനീസറിന്റെ ഒരു ചെറിയ ഭാഗം എന്ന് വെച്ചാൽ നമ്മളൊരു പെർഫ്യൂം ഉണ്ടാക്കുന്ന ഒരു സീൻ ഉണ്ട്. അത് നിങ്ങൾ പാട്ടിന്റെ ഒരു മോണ്ടാഷ് ആയിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ട്. അവിടെ ആർട്ട് വർക്കിൽ ശരിക്കും പെർഫ്യൂമിന്റെ ചില സെൻസ് ഒക്കെ ഉണ്ടായി അവിടെ. അത് നമ്മൾ വെറുതെ ഇങ്ങനെ വെള്ളം വെച്ചിട്ട് അങ്ങനെ ഒന്നുമല്ല, നമ്മൾ ശരിക്കും അതിന്റെ ഒരു സെന്റും അതിന്റെ ഒരു ടെക്നിക്കും ടെക്നോളജിയൊക്കെ ഉണ്ട്. അപ്പോൾ അത് പഠിപ്പിക്കുന്ന ഈ ഹനീസറാണ് എനിക്ക് കാണിച്ചു തന്നത്. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത് ചിലപ്പോൾ ഒരു പെർഫ്യൂമിനോടുള്ളൊരു താല്പര്യം, ലൈക്ക് പെർഫ്യൂമിനോട് മാത്രമല്ല, അതിന്റെ ഒരു പ്രോസസ്സ് എങ്ങനെയാണെന്ന് പുള്ളിക്ക് എല്ലാം അറിയാം. എനിക്ക് കാണിച്ചു തന്നത് ഹനീസാണ്. ഇത് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെയാണ്, പിന്നെ നമ്മളിപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞാൽ ഈ ഒരു സെന്റ് ആയിരിക്കില്ല, വേറെ സെന്റ് ആയിരിക്കും മാറാൻ പോണത്, പിന്നെ ബേസ് നോട്ട്, മിഡിൽ നോട്ട്, അങ്ങനെയൊക്കെ കുറെ ഇൻഫർമേഷൻ ആണ്. എനിക്കാണ് ഹനീസർ ഇതൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ ആ ഒരു നോളജ്, ഹനീസറിന്റെ ഒരു പെർഫ്യൂംസിനോടുള്ള ഒരു താല്പര്യം ഈ ക്യാരക്ടറിലേക്കാണ് കൊണ്ടുവന്നത്.